കാസർഗോഡ് കഴിഞ്ഞ 50 വർഷമായി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ UDF നേതൃത്വം കൊടുക്കുന്നൊരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 50 വർഷവും ഇവിടെ കാര്യമായുള്ള ഒരു വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നൊരു വിഷയം ഇത് കൃത്യമായി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. തൊട്ടടുത്താണ് ഉദുമ നിയോജക മണ്ഡലം. അവിടെ വലിയ വികസനം നടക്കുമ്പോഴും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരുപാട് വർഷം ഉപ്പുവെള്ളത്തിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. അതിന് പോലും ഒരു സൊല്യൂഷനാക്കിയത് ഉദുമ MLA അവിടെ ഒരു ബായിക്കര ചെക്ക് ഡാം ആക്കിയതിലാണ്. അങ്ങനെ ഏത് മേഖല എടുത്ത് നോക്കിയാലും ഇവിടെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റ് പല മാർഗങ്ങളും ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. ഇതിപ്പോഴും ഈ സിസ്റ്റം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും അത് വലിയ രീതിയിൽ മുമ്പോട്ട് പോകുന്നില്ല എന്ന് കാണുമ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണങ്ങളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ അറ്റാക്കും ഒക്കെ ഇപ്പോഴും നല്ല രീതിയിൽ അവർ മുമ്പോട്ട് പോകുന്നുണ്ട്. എങ്കിലും ഇത് എന്താണ് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് ഇപ്പോൾ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനൊരു പ്രതികരണം ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഈ തളങ്കരയിലടക്കം നമ്മളൊരു വോട്ടഭ്യർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മൾ കൂടെ വലിയൊരു വിഭാഗം ആൾക്കാർ കൂടെയുള്ളത്. അത് നിങ്ങൾക്കിപ്പോൾ പള്ളിക്ക് പോയതുകൊണ്ടാണ് ആൾക്കാർ കുറവുള്ളത്. ഇത്രയും സമയം ഇങ്ങനെ ആയിരുന്നില്ല. ഈ പടിപടിയായി ഇപ്പോൾ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ LDF. കഴിഞ്ഞ 3 നിയമസഭ നോക്കുമ്പോൾ 2016, 2021 LDFൻ്റെ ഒരു വോട്ട് ശതമാനം കൂടിക്കൊണ്ടിരിക്കുക. പ്രബല ശക്തികൾ BJP, UDF ആയിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് LDFന് ഇങ്ങനെ ഒരു ജനസമിതി കൂടി വരാൻ സാധനം? അത് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിലാണ് ഏറ്റവും വലിയ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും കേരളത്തിൽ എന്നാണ് നടന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ആദ്യം പറയേണ്ട വർഷമാണ് 2016 മുതൽ 2026 വരെയുള്ള ഭരണം. അതുകൊണ്ട് തന്നെയാണ് LDFൽ ഇത്തരത്തിലുള്ളൊരു വളർച്ച ഈ ഭാഗത്ത് കാണുന്നത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നതാണ് BJPയുടെ ജയസാധ്യത. ഇപ്പോൾ മഞ്ചേശ്വരത്ത് ഇപ്പോൾ ഒരു നല്ലൊരു ഫൈറ്റ് നടക്കുന്നു എന്നൊക്കെ പറയുന്നു. കാസർഗോഡ് മണ്ഡലത്തിൽ ഇപ്പോൾ ഷാനവാസ് ഫാദൂരിനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥി വന്ന് വോട്ടുകൾ പിടിച്ചു കഴിഞ്ഞാൽ ഇത് BJPക്കാണ് ഗുണം ചെയ്യുക, അല്ലെങ്കിൽ UDFൻ്റെ വോട്ടാണ് കുറയാൻ പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് പ്രതികരണം എന്താണ്? അങ്ങനെ ഒരു സാധ്യതയുണ്ട്? BJPക്ക് ഒരു ജയം സാധ്യമാണോ? അങ്ങനെ ഒരു അതായത് 15,400ഓളം വോട്ടാണ് SIRൽ ഡിലീറ്റായി പോയത്. അതിൽ ഏതാണ്ട് 11,000 വോട്ട് BJPയുടേതാണ് പോയിട്ടുള്ളത്. അതിന് ശേഷവും ഈ വാക്ക് പറയുന്നത് അത് ഈ 50 വർഷം പഠിച്ചു പോയതാണ് പറയാൻ. അതല്ലാതെ വേറെ അത്തരത്തിലുള്ള ഒരു വിഷയവും കാസർഗോഡ് മണ്ഡലത്തിനകത്തില്ല. എന്ത് വന്നാലും ഇത്തവണ 3ാം സ്ഥാനത്ത് BJP ആയിരിക്കും.